സംഭവം കാണിച്ചേട്ടെ. ഇനിയോ? കാണിക്കട്ടെ. സോങ്ങിട്. അഖിലകുട്ടി, അതെ ശേഖര, കാവലോത്സവത്തിന് ഞാൻ മേടിച്ച ഹൈദരാബാദിൽ എന്റെ ചൈഡ് പൊട്ടിച്ചു വിട്ടപ്പോഴും കുന്നന്തം കഴിച്ചോണ്ടിരുന്ന കോല സ്ക്രീൻ തട്ടിയിട്ടപ്പോഴും പിന്നെ കൊല്ലാതെ വിട്ടത് എന്റെ കഴിവുകാടായി കാണാൻ പാടില്ല. പഴയത് മാറുന്ന മുണ്ടക്കൽ ശേഖര. ആർട്ടിസ്റ്റ്. അതിന്റെ വേറെ ആൻസർ ഇല്ല. ക്ലീൻ ആർട്ടിസ്റ്റ്. ക്ലീൻ. അതാണ് പ്രൊഫഷണൽ ആർട്ടിസ്റ്റ്. അടുത്ത ആളാ ഉണ്ട്. അടുത്ത ആൾ കൊടുക്ക. അത് മാറി അല്ല പിന്നെ നീ പോ മോനെ ദിനേശ. പോയി ദേ വന്നു. അതായി പോയല്ലോ. അടുത്ത അവൻ അവന്റെ കോസ്റ്റ്യൂമും ക്യാരക്ടറും വിട്ടില്ല. അതാണ് സൂപ്പർ. ഞെട്ടിച്ചു. അത് നമ്മുടെ ടോപ്പ് ആർട്ടിസ്റ്റുകളാണ് ഇന്ന് പെർഫോം ചെയ്തത്. ടോപ്പ് എന്നൊക്കെ പറയുമ്പോ ദേ നമ്മുടെ വൈറൽ ആർട്ടിസ്റ്റ്, ഇവിടെയും വൈറൽ, കലോത്സവത്തിന് പോയിട്ടും വൈറലാണ് അല്ലേ ബാലാമണി? ഭയങ്കര പ്രൗഡോടെ പറയുന്നത് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിലുള്ള നമ്മുടെ കൊച്ചാന്ന് പറയുമ്പോഴത്തേക്ക് അതിന് വേറൊരു പ്രൗഡ് ഫീൽ ആയിരുന്നു. അപ്പൊ എന്തായാലും കിട്ടിലായിരുന്നു, നല്ല കോൺസെപ്റ്റും ആയിരുന്നു, അത് പെർഫോം ചെയ്തതും അടിപൊളിയായിരുന്നു. A ഗ്രേഡ് ആയിരുന്നു കിട്ടിയത് അല്ലേ? എനിക്ക് തോന്നുന്നു ആ പെർഫോമൻസിന്റെ ചെറിയൊരു ഭാഗം നമുക്ക് ഒന്നും കൂടെ ഇവിടെ ഒന്ന് കാണിച്ചു തരാമോ ലൈവായിട്ട്? നമസ്കാരം. മരണം ഒരു പ്രപഞ്ച സത്യം, അതൊരു നിഴലായി എപ്പോഴും നമ്മോടൊപ്പം. നമ്മുടെ മക്കളിരുന്ന് കരയുന്നത് കണ്ടില്ലേ? ഞങ്ങളെ തനിച്ചാക്കി പോയില്ലേ? നമ്മൾ സ്വപ്നം കണ്ടതുപോലെ നമ്മുടെ മക്കളെ ഞാൻ വളർത്തും. അതിനെനിക്ക് ജീവിക്കണം, ജീവിച്ചേ മതിയാകൂ. ആ സംബന്ധം പറയുന്നു. ചടങ്ങുകൾ തുടങ്ങാൻ നേരമായി. വേഗം കുളിച്ച് ദേശുദ്ധി വരുത്തി ചിതക്കരികിലേക്ക് എത്തുക. ഭാര്യ ജീവിച്ചിരിക്കെ ഭർത്താവ് മരിച്ചാൽ ആ ചിതയിൽ ചാടി ഭാര്യയും മരിക്കണം. അതാണ് ആചാരം. എന്താചാരം? പറക്കമുറ്റാത്ത എന്റെ ഈ 2 കുഞ്ഞുങ്ങളെക്കാൾ വലുതാണോ സമുദായത്തിന്റെ ആചാരവും അനുഷ്ഠാനവും? എന്ത് പറഞ്ഞടി? ഓ ശ്രീകരമേ, അധികാരികൾക്ക് നേരെ ഉയർന്ന നിന്റെ നാവ് ഈ ചിതയിൽ എരിഞ്ഞടങ്ങണം. ആരവിടെ? ഇവിടെ കയ്യും കാലും പിടിച്ചു കെട്ടി ഈ ചിതയിലേക്ക് എറിയുക. എന്നെ വിടാൻ. അമ്മേ, എന്റെ മക്കൾ അമ്മേ. കൊത്തിയെറിയുന്ന എന്റെ ഈ ശരീരത്തോടൊപ്പം സതി എന്ന ദുരാചാരവും ഇവിടെ എരിഞ്ഞടങ്ങട്ടെ. നമ്മളെല്ലാവരും ഹോൾ ടീം ഞാൻ ഇങ്ങോട്ടേക്ക് വിളിക്കാം. പ്ലീസ് ജോയിൻ us. ഞാൻ ശരിക്കും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ എല്ലാവരും ഇങ്ങോട്ടേക്ക് വിളിച്ചതിന്റെ ഒരു റീസൺ എന്താ വെച്ചാൽ, എല്ലാ ചടങ്ങും നല്ല കർമ്മങ്ങൾ നടക്കുമ്പോൾ നമ്മൾ ഫാമിലി മെമ്പേഴ്സ് നമ്മുടെ കൂടെ ഉണ്ടാവണം അല്ലെ? അപ്പൊ നമ്മുടെ കുടുംബത്തിലെ ഒരു കുട്ടിക്ക് A ഗ്രേഡ് കിട്ടി, അത് കിടിലായിട്ട് പെർഫോം ചെയ്യുമ്പോൾ നമ്മുടെ സൈഡിൽ നിന്നും ഒരു സ്നേഹ സമ്മാനം കൊടുക്കണ്ടേ? തീർച്ചയായിട്ടും അല്ലെ? അപ്പൊ എന്തായാലും ഒരു മൊമെന്റ് ഞങ്ങളുടെ സൈഡിൽ നിന്ന് തരാൻ പോവാണ് ഫോർ ബാലാമണി. ഓൾറൈറ്റ്, ബാലാമണി എന്ന് പറയുന്നത് കോമഡി മാസ്റ്റേഴ്സിന്റെ സ്വന്തമായെങ്കിൽ ഇപ്പൊ കേരളത്തിന്റെ സ്വന്തം കൂടെ ആയിരിക്കുകയാണ്. കാരണം ഈ ഒരു മിടുമിടുക്കി നമ്മുടെ കൂടെ ഉള്ള നമുക്കൊരു വലിയ അനുഗ്രഹം കൂടിയാണ്. കാരണം കിഡിലായിട്ട് പെർഫോം ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇത് നമുക്കൊന്ന് കളർ പരിപാടി ആക്കണ്ടേ? വരട്ടെ, നമ്മുടെ ഹോം സെറ്റ് വന്നിരിക്കുകയാണ്. ഇനി ബാലാമണിക്കിതാ നമ്മൾ കൊടുക്കാൻ പോവുകയാണ് മൊമെന്റോ.
അതിനു മുമ്പ് ഒരു ചെറിയ സർപ്രൈസ്. ഈ ഒരു സന്തോഷവേളയിൽ ചോദിക്കാൻ പാടുള്ളതാണോ എന്നറിയില്ല, എപ്പോഴാണ് ട്രീറ്റ്?